വാടാ. പോവാം. എനിക്ക് വേണ്ട കേട്ടോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മളിവിടെ കിടന്നുറങ്ങിയിട്ട് അമ്മയുടെ അടുക്ക കയറി വന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ബന്നും മാത്രം ആവുന്നെങ്കിൽ രാവിലെ പള്ളിയിൽ പോകണമെന്നും കണ്ടിരിക്കുവാണ്. പിന്നെ ഇന്ന് ഇതുവരെ മഴയൊന്നും പെയ്തില്ല പ്രിയങ്ങളെ, പക്ഷെ നല്ല കോളുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ പറഞ്ഞു ഇടിച്ചു കുത്തി മഴയും കാറ്റും ഇടിയും കൊള്ളിയാനും എല്ലാം കൂടെ എന്തുവായിരുന്നറിയാം. പിന്നെ അമ്മ ചോറൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്താഴത്തിന് ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഞാൻ മെനഞ്ഞാന്ന് ചൂര മേടിച്ചായിരുന്നു, വെള്ളച്ചൂര. മീനിനൊക്കെ ഭയങ്കര റേറ്റാണ് ഇവിടെ, എല്ലായിടത്തും അങ്ങനെ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം വെള്ളച്ചൂര കണ്ടപ്പം ഒരാഗ്രഹം അത് കൂട്ടാൻ. അപ്പം ഞാനത് കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അമ്മയുടെ കയ്യിൽ അമ്മ അന്ന് മീൻ വറുത്ത് വെച്ചുകൊണ്ട് എടുത്തില്ല, അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുമായിരുന്നു. അമ്മ ഇന്നലെ ഒരു കറി വെച്ചു. ഞങ്ങൾ കൊച്ചോളുടെ വീട്ടിലങ്ങ് കിടന്നില്ലേ, ഭയങ്കര കോള് ഇരുട്ടുമായിരുന്നു പ്രിയങ്ങളെ. ഇരുട്ട് കാരണം എനിക്ക് പേടിയായിപ്പോൾ, അല്ലെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുന്നതിന്. മോനിക്കുട്ടനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പം എനിക്കിപ്പം ഒട്ടും ലോഡ് വെച്ച് വണ്ടി ഓടിക്കാൻ വയ്യ. മോനിക്കുട്ടൻ വലുതായി വരുമ്പോൾ എനിക്ക് പറ്റുന്നേ ഇല്ല. തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നീന്തി തുഴഞ്ഞു പോകും. ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. അന്നേരം ഞാൻ ഓർത്തു ഏതായാലും രാവിലെ പാന്ന് വിചാരിച്ച് ഇന്നലെ അവിടെ കിടന്നു. അപ്പം അമ്മ ഇന്ന് മീൻകറിയും ചക്കക്കുരു മെഴുക്കുവരട്ടിയൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. ഇന്നും അത്താഴം അതൊക്കെയാണ് കേട്ടോ. മോനിക്കുട്ടൻ കുളിക്കുമായിരുന്നു. മാമി തന്നു വിട്ടത് പൂവമ്പഴം, പഴുത്തില്ല, പഴുക്കാൻ തന്നു വിട്ടത്. എന്തുവാ ഇതൊക്കെ ഞാൻ എൻ്റെ കൈ വെച്ചേക്കുവാണ്. കുക്കു അമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട്. വരുമായിരിക്കും ഇങ്ങോട്ട്. കുക്കു തന്നെ ഉള്ളു, ജാനിക്കുട്ടിയും കുഞ്ഞുനും ഒന്നും ഇല്ല കേട്ടോ. ഉയർത്തല്ല പിന്നെ. അതെ, വിളക്ക് കത്തിച്ചിട്ടുണ്ടോ? അമ്മ ചോറ് തന്നു വിട്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അതൊന്ന് ചൂടാക്കട്ടെ. കൊച്ചോളെ കൊണ്ടുവിടാൻ മാമിയും ചിപ്പിയും കൂടെ പോയത്. അവർ വന്നോന്ന് വിളിച്ച് ചോദിക്കണം. വിളിച്ചില്ല. 4 മണിക്കെങ്ങാണ്ടുള്ള ട്രെയിൻ അവരവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് കയറുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒന്ന് ഓടി വാ, അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് വാ ഇങ്ങോട്ടൊന്ന് വാ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിളിക്കാൻ ഏറ്റവും എന്താ പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചോളായിരുന്നു. പിന്നെന്താ പറയുന്നത്, പിള്ളേർ വലുതായി അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാനും ജോലിക്കൊക്കെ പോയി കഴിയുമ്പം എന്താ പറയുന്നത്, നമുക്ക് സഹായത്തിന് വേണമെന്ന് കരുതി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൾ പോകുമ്പോൾ എനിക്ക് ശരിക്കും നല്ല മിസ്സിങ് ഉണ്ട് കേട്ടോ. ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോക്ക് വരവൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇതുവരെ ഉള്ള പോലെ നമുക്ക് അടുത്ത് കിട്ടത്തില്ല, അതൊരു സത്യം.
ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഒട്ടും ഒരു സുഖമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾ ഓർക്കും എന്നും ഇതൊക്കെ തന്നെ അല്ലേ എന്ന്. ചില ദിവസങ്ങളിലൊക്കെ അത് ഇച്ചിരി കഠിനമാകുമെന്നേ ഉള്ളൂ. എന്നും ഇതൊക്കെ തന്നെയാണ്. കാരണം എന്താ പറയുക, നമ്മൾ എടുക്കുന്ന ഒരു ഭാരം പങ്കുവെക്കാൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് താഴെ വെച്ചിട്ട് നമുക്ക് ഒന്നും അറിയാത്തവരെ പോലെ നടന്നു പോകാനും പറ്റില്ല. ചുമ്മാനുള്ള ഭാരം നമ്മൾ തോളിൽ വഹിക്കുക തന്നെ വേണം. ഇനിയിപ്പോൾ മോനുകുട്ടൻ്റെ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങണം. യൂണിഫോം റെഡിമെയ്ഡ് വാങ്ങിക്കണം. എല്ലാ പ്രാവശ്യവും സ്കൂളിൽ നിന്ന് യൂണിഫോം മെറ്റീരിയൽ തരും, ഞാൻ തയ്പ്പിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത്തവണ അങ്ങനെയല്ല. എൻ്റെ കൈക്ക് വല്ലാതെ നീര് വെക്കുന്നുണ്ട് കണ്ടോ. ഈ ആ ഡ്രസ്സ് ഇട്ടിരുന്നതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, നീര് വെക്കുന്നുണ്ട് കണ്ടോ. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, മോനുകുട്ടനെയും കൊണ്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തവണ പോക്കുവരവുണ്ട്. അതുകൊണ്ട് അവനുള്ളപ്പോൾ എനിക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്താണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. പിന്നെ എനിക്ക് മാത്രമുള്ള പ്രത്യേകതയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 2 വീലർ ഓടിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടി പാളിപ്പോവും. എനിക്ക് ഒട്ടും അങ്ങോട്ട് കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മനസ്സിന് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ വണ്ടി പെർഫെക്റ്റ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിക്ക് ആകെപ്പാടെ പ്രശ്നമാണ്. അതിൻ്റെ ടയർ കൊള്ളത്തില്ല, അതിൻ്റെ ബ്രേക്ക് കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ല. എനിക്ക് ആകെപ്പാടെ അതിനോട് ദേഷ്യം തോന്നും. എൻ്റെ കുഴപ്പം കൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിയാമെങ്കിൽ തന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഏറെക്കുറെ നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസും കൂടെ ആണല്ലോ. അപ്പോൾ ആ കോൺഫിഡൻസ് കുറയുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു എക്സ്പീരിയൻസ് കുറയുന്ന പോലെ തോന്നും അല്ലേ. അതൊക്കെ ആയിരിക്കാം. ഇന്നലത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല പ്രിയങ്ങളെ. കണ്ണ് തുറന്ന് തന്നെ കിടക്കുമായിരുന്നു. ഒട്ടും ഉറങ്ങിയില്ല. 1 മണി 2 മണി 3 മണിയൊക്കെ ഞാൻ ഫോൺ എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ എന്നോർത്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഒട്ടും ഉറങ്ങിയില്ല. അതിൻ്റേതായിട്ടുള്ള സകല വയ്യാഴിയാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഒരു തരി പോലും ഉറക്കം എൻ്റെ കണ്ണിലോട്ട് വന്നിട്ടില്ലായിരുന്നു. ഒക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, എനിക്കറിയാം. ശരീരത്തെ കൂടെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരുപാട് വലിയ കാര്യങ്ങളും വിശേഷങ്ങളൊന്നും പറയാനില്ല പ്രിയങ്ങളെ. നല്ല വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് എൻ്റെ പ്രിയങ്ങളുടെയൊക്കെ പെട്ടെന്ന് വരാൻ ദൈവം അനുവദിക്കട്ടെ. മോനുവേ, ചോറുണ്ടോ? കൂട്ടാൻ മീൻകറിയുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, മോരുണ്ട്. മോരെടുത്തില്ല അമ്മ, പഴുത്ത മാങ്ങക്കറിയുണ്ട്. അപ്പം Hello, Kenji. 8 മണിയാവുന്നതേ ഉള്ളൂ, നമുക്ക് കഴിക്കാം. എന്നിട്ട് നേരത്തെ കിടക്കാം. അവര് പോരുന്നു ഇങ്ങനെ. എന്തിയാ കൂടെ ഉള്ള ആള്? എത്ര പേരുണ്ട് ആ റൂമില്? ഇപ്പൊ ഇവിടെ ഞങ്ങൾ 2 പേരുള്ളൂ. പിന്നെ അപ്പുറത്ത് 2 ഡോറ് കണ്ടോ, പിള്ളേരുണ്ട്. പിന്നെ ഇവിടെ ഒരാളെങ്ങോട്ടോ. ഇവിടെ ഒന്ന് നോക്കി. പക്ഷെ ഇതിനുണ്ടല്ലോ 6500 വേണോ. ഞങ്ങള് കിടക്കുന്നത് 5250. അത് ഹാളാ. മൂന്നാമത്തെ നില. ഞങ്ങളാണെങ്കിൽ ആദ്യം പോയൊരു ഹോസ്റ്റല് നോക്കിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല, നോക്കി വെച്ചത്. എന്റെ ബാത്റൂം അത് കണ്ടപ്പോഴേ ഞങ്ങൾ ഞങ്ങൾ വേറെ ഹോസ്റ്റല് നോക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നാട്ടിൽ അത് മാത്രമേ ഉള്ളൂ. ചിലവാക്കി എല്ലായിരിക്കും. നാളെ ഇനി ഇറങ്ങുമ്പോ പാരസെറ്റാമോളോ വല്ലോ. വിളിച്ചോ?
മൊത്തം വിളിച്ചായിരുന്നു അച്ഛാ, വൈകിട്ട് വിളിച്ചായിരുന്നു. എന്നാ മീൻകറി എടുക്കുന്നില്ലേ? വേണ്ട. മീൻകറി വേണ്ടേ? ഓ കഴിച്ചിട്ട് വരാം. പിന്നെ പാട് കഴിച്ചിട്ട് വരാം. ടാറ്റാ. കൊച്ചോള് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ മാറി നിൽക്കുന്നത്. ചിപ്പി പിന്നെ മംഗലാപുരത്താണ് നേഴ്സിംഗ് പഠിച്ചത്, അപ്പോൾ അവൾക്ക് അത്രയും പാടില്ല. അപ്പോൾ വിഷമമാണ്. മാമിയും ചിപ്പിയും തിരിച്ചു പോരുന്നു. ഇങ്ങനെയൊക്കെ അല്ലയോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലയോ. ആദ്യം കുറച്ച് വിഷമമൊക്കെ വരും. ചോറും ചക്കയും ചക്കക്കുരു മെഴുക്കുവരട്ടിയും ഞാൻ വിളമ്പി കേട്ടോ. ചൂര, വെള്ള ചൂര കറി വെച്ചതാണേ. മാങ്ങാക്കറി മോരും ഒന്നും ഞാൻ എടുക്കുന്നില്ല പ്രിയങ്ങളെ, എനിക്ക് വേണമെന്നില്ല. ഇത് മതി. അപ്പം കഴിക്കട്ടെ. മനസ്സൊട്ടും ശരിയല്ലാത്തതുകൊണ്ട് ശരീരത്തിനും ഭയങ്കര ക്ഷീണം, വയ്യാഴിക, തലവേദന. അപ്പോൾ കഴിച്ചിട്ട് നേരത്തെ കിടക്കാൻ പോവാണ് പ്രിയങ്ങളെ. എല്ലാവരും പ്രാർത്ഥിക്കണം. വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റും ഒക്കെ ഇട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരോടും സ്നേഹം. നാളെ കാണാമേ. ടാറ്റാ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.